പള്ളികളിലെല്ലാം പ്രാർത്ഥനകളും ഉയർപ്പിൻ്റെ ആഘോഷങ്ങളെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൈ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ പോയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ 9-ാം വാർഡിലേക്കാണ്. 9-ാം വാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആ ചിത്രം കണ്ണേ മടങ്ങുക എന്ന ആ വാർത്താ ചിത്രമാണ്. സ്വന്തം മക്കളാലും വീട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട രോഗാതുരരായ ആർക്കും വേണ്ടാത്ത നിരവധി വൃദ്ധരായ അവശരായ രോഗികളാണ് ഈ 9-ാം വാർഡിൽ ഉള്ളത്. ഞങ്ങൾ അവിടേക്ക് പോയത് ഞങ്ങളാൽ കഴിയാവുന്ന ചില ചെറിയ സഹായങ്ങളുമായാണ്. ഇന്ന് ഈ ആശുപത്രിയുടെ അവസ്ഥ വളരെ നന്നായിട്ടുണ്ട് എങ്കിലും സർക്കാർ ആശുപത്രി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം പല കാര്യങ്ങളിലും അവർക്ക് പല പരിമിതികൾ കാണും. സുമനസ്സുകളായ പലരും സഹായിക്കുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും ഭംഗിയായി ഇന്ന് നടന്നു പോകുന്നത്. ഞങ്ങൾ പോയത് അവർക്ക് ആവശ്യമായ ഡയപ്പറുകളും വസ്ത്രങ്ങളും ഒക്കെയായാണ്. മൈ ചർച്ചിന് ഇപ്രകാരം ചെയ്യുവാൻ ഒരു താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ തന്നെ ആശുപത്രി സൂപ്രണ്ടന്റ് വളരെ സ്നേഹത്തോടെ അതിന് അനുവാദം നൽകി. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഒമ്പതാം വാർഡിലേക്ക് നമുക്ക് സന്തോഷകരമായ രീതിയിൽ നമുക്ക് ഗിഫ്റ്റുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് മൈ ചർച്ചിൻ്റെ ഭാരവാഹികളാണ്. അതിലെനിക്ക് തോന്നുന്നു ഗോപൻ സാറുണ്ട്, മിസ്റ്റർ സുനിൽ മാത്യു ആൻഡ് ഹാരിസ്. അവർ ഇങ്ങനെ 9-ാം വാർഡിനെ കുറിച്ച് കേൾക്കുകയും ഇവിടെ എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് പോലെ ഡൊണേഷനായിട്ട് തരണമെന്ന് തോന്നുകയും എന്നെ ഇന്ന് രാവിലെയാണ് വിളിച്ചറിയിച്ചത്. അവരിങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് തരുന്നുണ്ടെന്ന്. അപ്പോൾ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം കൂടുതലുണ്ടെന്ന് മനസ്സിലായത്. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇവിടുത്തെ അന്തേവാസികളെന്ന് പറഞ്ഞാൽ ഫീമെയിൽസും മെയിൽസും ആയിട്ടുള്ള അന്തേവാസികളാണുള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യത്തിലുള്ള ഡയപ്പേഴ്സ്, അഡൽട്ട് ഡയപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആവശ്യം കണ്ടറിഞ്ഞ് സഹായം നൽകാമെന്നൊരു ഇതുകൂടെ അവർ വെച്ചിട്ടുണ്ട്. ഈസ്റ്റർ ദിനമായതിനാൽ പ്രത്യേകം അവർ സ്പോൺസർ ചെയ്യുന്ന ഫുഡ് ഡിന്നറായിട്ട് തരാമെന്നും അറിയിച്ചിട്ടുണ്ട്. അത് 9-ാം വാർഡിനെ സംബന്ധിച്ച് സൂപ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്കും നമ്മുടെ ഇവിടെയുള്ള എൻ്റെ സ്റ്റാഫിനും ഇവിടെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഹെഡ് നഴ്സുമാർ 2 പേരാണ്, മിനി സിസ്റ്ററും പിന്നെ ജയശ്രീ സിസ്റ്ററും. അവരോട് ചേർന്നിട്ട് ഒരുപാട് നഴ്സിംഗ് ഓഫീസേഴ്സും നഴ്സിംഗ് അസിസ്റ്റൻസും പിന്നെ കെയർ ടേക്കേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ 9-ാം വാർഡിനെ ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു പരാതിക്കും ഇട നൽകാതെ ഈ നിരാശ്രയരായ രോഗികളെ അവരുടെ സ്വന്തം വീട്ടിലെ ആൾക്കാരെന്നുള്ള നിലയിലാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും സൂപ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. എൻ്റെ എല്ലാ ജീവനക്കാരോടും പിന്നെ നഴ്സിംഗ് സൂപ്രണ്ടും മേട്രൺ ഓഫീസും ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് വളരെ ഒരു അനുഗ്രഹമാണ്. നിങ്ങളെപ്പോലെയുള്ള സുമനസ്സുകൾ തരുന്ന ഈ ഒരു സ്പോൺസർഷിപ്പും ഡൊണേഷൻസും ഞങ്ങളെ സംബന്ധിച്ച് വിലമതിക്കാനാത്തതാണ്. ആശുപത്രിയുടെ പേരിൽ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ എൻ്റെ സ്വന്തം പേരിലും ഞങ്ങൾ മൈ ചർച്ചിൻ്റെ എല്ലാ ഭാരവാഹികളോടും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. മൈ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷപൂർവ്വം ഡയപ്പറുകൾ വാങ്ങി ആമസോൺ വഴി ഞങ്ങൾക്ക് അയച്ചു തന്നത് മസ്കറ്റിൽ നിന്നും ജിബി ജോണും കുടുംബവുമാണ്. അതുപോലെ വസ്ത്രങ്ങൾ നൽകിയത്
മൈ ചർച്ച് അംഗങ്ങളായ തിരുവനന്തപുരത്തുള്ള സത്യനേശനും അദ്ദേഹത്തിൻ്റെ മകളുമാണ്. അതുപോലെ ഷർട്ടുകൾ വാങ്ങി നൽകിയത് എറണാകുളം സ്വദേശിയായ രാജൻ ഗീവർഗീസാണ്. ഇവരോടുള്ള മൈ ചർച്ചിൻ്റെ നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. മൈ ചർച്ചിൻ്റെ സ്ഥാപകനായ എ.വി. തോമസ് അച്ചായൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും നൽകുന്നവരാകുക, വാങ്ങുന്നവർ ആകരുത് എന്ന്. അതുപോലെ പ്രേക്ഷകരോടൊരു കാര്യം പറയുവാനുള്ളത്, ഞങ്ങൾ ഈ വീഡിയോ നൽകിയത് ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മട്ടിലല്ല. ഞങ്ങൾ ഈ ഈസ്റ്റർ ദിനത്തിൽ ഇപ്രകാരം ഒരു വീഡിയോ നൽകിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളാൽ പറ്റാവുന്ന ചെറിയൊരു സഹായമാണ് നമുക്ക് നൽകുവാൻ സാധിച്ചത്. എന്നാൽ ഞങ്ങളെക്കാളും എത്രയോ വലിയ സ്കെയിലിൽ ഇവിടെയുള്ള സഭകൾക്കും സഭാധ്യക്ഷന്മാർക്കും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈ ദിനത്തിൽ പറ്റാവുന്ന സഹായം നമ്മുടെ സഹജീവികൾക്ക് നൽകുക എന്നൊരു സന്ദേശമാണ് മൈ ചർച്ച് ഇതിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു വലിയ കാര്യം ചെയ്തു എന്നുള്ളൊരു ക്ലെയിമോ അവകാശവാദമോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സഹായം എത്തിച്ചു തന്നവരുടെ പേരുകൾ പറയുന്നതും അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനോ ഒന്നുമല്ല. ഇതൊന്ന് ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇതിനൊരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടൻറ്റിനോടുള്ള നന്ദിയും അതുപോലെ അവിടുത്തെ ജീവനക്കാരോടുമുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ ഈ സാധന സാമഗ്രികൾ ഞങ്ങൾക്ക് വാങ്ങിത്തന്ന നല്ലവരായ മൈ ചർച്ച് അംഗങ്ങളോടും നല്ലവരായ പ്രേക്ഷകരോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അതിലെല്ലാം ഉപരി ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന എ.വി. തോമസ് അച്ചായനോടും അതുപോലെ എന്നോടൊപ്പം വന്ന എൻ്റെ സഹപ്രവർത്തകരോടും മൈ ചർച്ച് അംഗങ്ങളോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.